Hello students, are you good? Are you ready to study? In previous class we started our 14th chapter. It's a nice poem written by Rameshwar Kamboj Himanshu and the name of this chapter is what? Jab Suraj Jag Jata Hai. From this poem we got a clear and beautiful picture of our morning time. As you know, in morning time what will happen? The rays of sun fills our earth with its golden rays. അല്ലേ, സൂര്യൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള രശ്മിയാല് നമ്മുടെ ഭൂമി മുഴുവൻ നിറയും. ആ ഒരു സീനറി നമ്മൾ കണ്ടു അല്ലേ. ടുഡേ വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് അവർ ലെസൺ, കംപ്ലീറ്റ് അവർ പോം. ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 55. Before starting our today's class, we will read once again the previous part. Okay. Part 14, जब सूरज जग जाता है. आंगे मलकर धीरे धीरे सूरज जब जग जाता है, सिर पर रग कर पांव अंधेरा चुपके से भग जाता है. होले से मुस्कान बिखेरी पांत सुनहरे हो जाते, डाली डाली फुदक फुदक कर सारे पंछी है गाते. थाल भरे मोती लेकर के धरती स्वागत करती है, नटखट किरणें वन उपवन में खूब चौकड़ी भरती है. Up to here we studied in our previous class. Now the next line. कल कल बहती हुई नदी में सूरज खूब नहाता है, कभी तैरता है लहरों पर डुबकी कभी लगाता है. We can see that sun's shadow in rivers also. അല്ലേ, നമുക്ക് രാവിലെ തന്നെ സൂര്യന്റെ പ്രതിച്ഛായ അവിടെയുള്ള നദികളിലും തടാകങ്ങളിലും എല്ലാം കാണാൻ പറ്റും. ഇവിടെ എന്താ പോയിട്ട് പറയുന്നേ? കൾക്കൽ करती हुई नदी में सूरज खूब नहाता है. कवि कह रहा है कि सूरज नदी में नहाता है. As you know, in morning time we all are taking bath, is it? നമ്മളെല്ലാവരും കുളിക്കും അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന റുട്ടീൻ എന്താണ്? രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, അങ്ങനെയാണ് നമ്മുടെ റുട്ടീൻ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സൂര്യന്റെ റുട്ടീനാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആദ്യം എഴുന്നേറ്റു, എന്നിട്ട് എന്ത് ചെയ്തു? കുളിക്കുകയാണ്. എവിടെയാ കുളിക്കുന്നത് സൂര്യൻ? കൾക്കൽ ബഹത്തി ഉയി നദിമേ. യു ഹേർഡ് the sound of rivers? കളകള എന്നുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് കേൾക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ. പുഴ അല്ലെങ്കിൽ റിവർ ഒഴുകുന്ന സമയത്തുള്ള ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവറിൽ എന്താ ചെയ്യുന്നത് സൂര്യൻ? ഹി ടേക്സ് ബാത്ത് ഇൻ ദാറ്റ് റിവർ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് സൂര്യന്റെ ഷാഡോ നമുക്ക് റിവേഴ്സിലും അല്ലെങ്കിൽ പോൺസിലും എല്ലാം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ओके, देन कभी तैरता है लहरों पर डुबकी कभी लगाता है. कभी कभी वो लहरों पर तैरता है. किस प्रकार सूरज उस नदी की लहरों पर तैरते हैं? എങ്ങനെയാണ് സൂര്യൻ ആ നദിയുടെ അലകളിൽ എങ്ങനെയാ നീന്തുന്നതെന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു റിവറിൽ ഒരു കല്ലെടുത്തിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് വേഴ്സ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ വേഴ്സിലാണ് ഈ സൂര്യന്റെ ഷാഡോ നമ്മൾ കാണുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഷാഡോ ഇറ്റ് ഓൾസോ മൂവ്സ് അക്കോർഡിംഗ് ടു ദാറ്റ് വേഴ്സ് അല്ലേ. ആ വേഴ്സിനനുസരിച്ച് ആ ഷാഡോയും എന്ത് ചെയ്യും? മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത് അല്ലേ. ദെൻ डुबकी कभी लगाता है. कभी कभी here the poet says that sun dives in that water sometimes it dives in that water. ആ വെള്ളത്തിൽ ആ തിരമാലകൾ അല്ലെങ്കിൽ അലകൾ ഇങ്ങനെ അനങ്ങുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റും, ചില സമയത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുക, ഒരു വെള്ളത്തിൽ ഒരു ഷാഡോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. then once again you just read this line. कलकल बहती हुई नदी में सूरज खूब नहाता है, कभी तैरता है लहरों पर डुबकी कभी लगाता है. डुबकी मीन्स ഡൈവ്, മുങ്ങുക അല്ലെങ്കിൽ എന്താ പറയാ ഉയർന്ന് ചാടുക, മുങ്ങിപ്പോവുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, then take the next page. पर्वत घाटी पार करे मैदानों में चलता है, दिन भर चलकर थक जाता है, सांझ हुए फिर ढलता है. From which place that sun travels in that daytime, that all we can see from this line. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്? പകല് സമയത്ത് സൂര്യൻ സഞ്ചരിക്കുന്നത് എവിടെയെല്ലാമാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. എവിടെയെല്ലാമാണ്? പർവ്വത് ഘാട്ടി പാർ കരേ. It goes beyond mountains, its peaks,
പർവ്വതങ്ങളും അതിൻ്റെ എന്താ പറയുക ശിഖരങ്ങളെല്ലാം പിന്നോക്കം, അതായത് അതിനെല്ലാം കടന്നിട്ടാണ് സൂര്യരശ്മികൾ എവിടേക്കാണ് പോകുന്നത്? അതിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യുന്നത്. മൈതാനോ പർ ചൽത്താ ഹൈ, മൈദാൻ ഹിയർ മീൻസ് ഫീൽഡ്സ്, ഇറ്റ് റീച്ച് ഇൻ ടു ഫീൽഡ്സ്. दिन भर चलकर थक जाता, सांझ हुए फिर ढलता है. दिन भर चलकर अंत में दिन भर चलते रहकर वो थक जाता है और इस प्रकार सांझ के समय वह ढल जाता है. सांझ means what? Evening. Okay, after traveling a long way or long distance, it become tired, that sun become tired, and at last in evening time, at evening what happen? It sets, അല്ലേ? സൺ സെറ്റ്സ്. ഓക്കെ, കുറേ ദൂരം സഞ്ചരിച്ച് അവസാനം തളരുന്നു. എന്നിട്ട് എന്ത് പറ്റും? രാത്രി അല്ലെങ്കിൽ സന്ധ്യ ആവുന്ന സമയത്ത് അത് അസ്തമിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സാഞ്ച് ഹിയർ മീൻസ് ഈവനിങ്, സാഞ്ച് ഈവനിങ്. ദെൻ ലാസ്റ്റ് 4 lines. नींद उतरती आंखों में फिर सोने चल देता है, हमें उजाला दे करके कभी नहीं कुछ लेता है. After that sun set, what will happen? Sun goes for sleeping. It is a poetic words, is it? It is a poetic words. കവിയുടെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്, അല്ലേ? കുറേ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായാലും തളരും. അതുപോലെ തന്നെ സൂര്യനും വളരെയധികം ടയേർഡാവും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോകും, അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൂരജ് भी उसी तरह रात के समय सोने के लिए चल जाता है. सोता है सूरज. ओके, देन हमें उजाला दे करके कभी नहीं कुछ लेता है. हमें उजाला दे करके, हमें अपने जीवन को प्रकाशपूर्ण बनाने के लिए उजाला देता है. और इस प्रकार उजाला देने के लिए हमसे कुछ भी नहीं लेता है सूरज. നമുക്ക് ധാരാളം, നമുക്ക് ആവശ്യമുള്ള അത്രയും എന്ത് തരും? പ്രകാശം തരുന്നു. അതിന് പകരമായിട്ട് നമ്മളുടെ എന്തെങ്കിലും വാങ്ങിക്കണ്ടോ സൂര്യൻ? ഇല്ല, അല്ലേ? ഒരു കാര്യവും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമുള്ള പ്രകാശം എല്ലാം സൂര്യൻ നമുക്ക് തരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. So this is our poem. Once again you just read this today's portion. Page number 55, last 4 lines. कल कल बहती हुई नदी में सूरज खूब नहाता है, कभी तैरता है लहरों पर, डुबकी कभी लगाता है. पर्वत घाटी पार करे मैदानों में चलता है, दिन भर चलकर थक जाता, सांझ हुए फिर ढलता है. नींद उतरती आंखों में फिर सोने चल देता है, हमें उजाला दे करके कभी नहीं कुछ लेता है. And what is the name of this author? Rameshwar Kamboj Himanshu. Now I am going to read the summary of this lesson. When the sun rises, the darkness flies away, the birds start singing, and the leaves are bathed by the golden sun rays. The bright rays spread far and wide. It swims in water. It touches the mountain and spreads on the field. When exhausted in the evening, it sets and goes to sleep. Sun provides us light and does not take anything in return. It provides us light and it does not take anything in return. Okay. So that message, that moral, we have to follow in our life also. We want to help others without expecting anything in return. Okay. Now we are moving on to our exercise part, Shabda Gyan. Here we have some word meanings. Pav, food. Andhera, darkness. Bug or bagna, to run. Path, leaves. Panchi, birds. Parvat, mountain. Sanj, evening. Ujala, light. Now synonyms. Pav, pair, charan. Parvat, pahad, giri. Ang, netra, nayan. Nadi, sarida, darya. Suraj, surya, ravi. Maidan, zameen, bhumi. We have some antonyms also here. Bikherna, bikherna opposite sametna. Dheere, dheere opposite what? Tez. Chalna, chalna opposite daudna. Udarti, udarti opposite what? Chadti. Then bahti opposite dhamti. Tairna, dogna. Now take the next page. Exercise part. Shuddha uchcharan kare. First question.
Here some words are given for you. You want to pronounce it correctly. First one, aankhein. Second one, pav. Swagat. Parvat. Khati. Maidan. Second question is our question answer that I will give with your notes. Okay. Third one, निम्नलिखित प्रश्नों के सही उत्तर पर टिक का निशान लगाएं. टिक द करेक्ट आंसर है ना. अंधेरा कब दूर होता है? कब अंधेरा दूर हो जाता है? आंसर्स आर जब सब जाग जाते हैं, जब अंधेरा सो जाता है, जब सूर्य उदय होता है. अंधेरा कब भाग जाता है? सेकंड वन इज द आंसर, जब सूर्य उदय होता है. जब सूर्य उदय होता है, दैट इज द आंसर. देन सेकंड वन, सिर पर पांव रखकर भागना का सही अर्थ क्या है? आई ऑलरेडी टोल्ड यू है, सिर पर रखकर पांव अंधेरा चुपके से भाग जाता है. व्हाट इज द मीनिंग ऑफ सिर पर पांव रखकर भागना? आई ऑलरेडी टोल्ड यू एट दैट टाइम, रन फास्ट, रनिंग फास्टली. सो विच आंसर वी वांट टू टिक हियर? पैर सिर पर रखकर भाग जाना, पैर और सिर के साथ भागना, तेजी से भाग जाना. व्हाट आंसर वी हैव टू टिक? द तेजी से भाग जाना, सेकंड वन. Then third question, सूर्य कब ढलता है? When the sun sets. എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്? എപ്പോഴാണ്? जब वो थक जाता है, जब अंधेरा हो जाता है, जब शाम होती है. जिस आंसर, जब शाम होती है. Now fourth one, सही मिलान करें. मैच द फॉलोइंग ആണ്. First session I am going to read the first session. पत्ते, पक्षी, किरणें, नदी. Now the second session that answers, सब पर छा जाती है, कल कल कर भगती है, सुनहरे हो जाते हैं, मधुर स्वर में गाते हैं. फर्स्ट वन, पत्ते. व्हाट द आंसर वी हैव टू मैच विद दैट? पत्ते सुनहरे हो जाते हैं. थर्ड वन, पत्ते सुनहरे हो जाते हैं. देन पक्षी. पक्षी, व्हाट आंसर वी हैव टू मैच? मधुर स्वर में गाते हैं. पक्षी मधुर स्वर में गाते हैं. Then किरणें. किरणें, that answer is सब पर छा जाती है. किरणें सब पर छा जाती है. Then last one, नदी. नदी कल कल कर बहती है. Now take the next page. Fifth one, पढ़े, समझे और लिखे. Read, understand and write. Here we have to write the synonyms. Okay, that synonyms in your textbook itself. First one, आंगेम. What are the synonyms of आंगेम? नेत्र, नयन. Then पाव. पाव synonyms, पायर, चरण. नदी. नदी synonyms, सरिता, नद. दरिया also we can write. Then सूरज, सूर्य, दिनकर. पंछी, पक्षी, विहग. पर्वत, पहाड़, गिरी. This also I will this answer also I will give with your notes. Okay. Then sixth one, जब 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 एक ही शब्द दोबारा आ जाता है तो उसे पुनरुक्त शब्द युग्म कहते हैं. Here we can see जब hyphen जब. ഈ സെയിം വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുവാണ്. ഇതിന് എന്താ പറയുന്നത്? പുനരുക്ത ശബ്ദ യുഗ്മ. പുനരുക്ത ശബ്ദ യുഗ്മ മീൻസ് റിപ്പീറ്റിംഗ് വേർഡ്സ്. സെയിം വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു അല്ലേ? Then here question is, कविता में से ऐसे शब्द ढूंढकर लिखे. You can check in your you have to check in your poem and write the repeated words from your poem and fill in the blanks. Okay, that you do yourself. Text വായിക്കാം, repeated words കണ്ടുപിടിക്കുക, blanks fill up ചെയ്യുക. Okay. Then seventh, we are moving on to our grammar portion. This we already you already studied this grammar. This kriya. Kriya means what? Kriya means verb. Verbs are action words. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? Reading or jumping, walking, these all are that verbs. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ഹിന്ദിയിൽ എന്ത് പറയും? लड़की नाचती है, अध्यापिका पुस्तक पढ़ती है, लिखती है, दौड़ती है, खाना खाती है. These all are verbs. Okay. And here we have that definition also in your textbook. जिन शब्दों से किसी काम के करने का पता चले उन्हें क्रिया कहते हैं. From which word we came to know that something happened, some action is going to happen or some action happened. This is called what? Verb or
ക്രിയ. എന്തെങ്കിലും ഒരു വേർഡ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു ആക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം തന്നിട്ടുണ്ട് ഇവിടെ. മീന സോത്തി ഹെ. Here സോത്തി ഹെ is given in Drakan letter. So സോത്തി is the verb in that sentence. Okay, sona means what? Sleeping. Then मोर नाच रहा है. Peacock is what? Dancing. Peacock is dancing. Then മയിൽ നൃത്തം ചെയ്യുന്നു. ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ആക്ഷൻ വേർഡ്സ് ആണ് പറയുന്നത്. Then चिड़िया उड़ती है. Here उड़ती है is a verb, क्रिया. उड़ना means what? Flies. Then Ravi तैरता है. Ravi a name. तैरना means swimming. Okay, नींदुगा. Okay. Then here that exercise, क्रिया का प्रयोग कर वाक्य बनाए. Make sentence by using a verb. Here some nouns are given for you. You want to add a verb with that noun and make a sentence. Okay. First one is given for you, more. What sentence is here? Just read this. मोर नाचता है. Peacock is dancing. Then बंदर. What sentence we can write the बंदर? बंदर कूदता है. बंदर उछलता है और कूदता है. बंदर उछलता है और बंदर दौड़ता है. और what we can write? बंदर पेड़ पर चढ़ता है. Here which all are the verbs? उछलता, दौड़ता, चढ़ता. These all are action verbs. These are called what? Verb or kriya in Hindi. Okay. Then सूरज. What sentence we can write the सूरज? सूरज ढलता है. ढलना means what? Sets. सूरज ढलता है. Sun sets. Okay, then मछली. मछली. What sentence we can write the? मछली तैरती है. Fish is swimming. Okay, fish swimming. Fish is swimming. എന്താ മത്സ്യം മീൻ എന്ത് ചെയ്യുന്നു? നീന്തുന്നു വെള്ളത്തിലൂടെ അല്ലേ. സോ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എഴുതാം വെർബ് ഫോംസ് ഉപയോഗിച്ച്. സോ ദാറ്റ് എക്സസൈസ് ഓൾസോ യു ക്യാൻ കംപ്ലീറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നൗ വി ആർ മൂവിംഗ് ഓൺ ടു ക്രിയേറ്റീവ് ആക്ടിവിറ്റി. क्वेश्चन इज, कविता में सूर्य के आने तथा उसके प्रभाव का चित्रण किया गया है. आप अपनी कल्पना से चंद्रमा के आने का वर्णन कविता या अनुच्छेद के रूप में करें. Here in this poem we saw that the sun, about sun, we see the picture, the beautiful picture of sun. അല്ലേ, സൂര്യൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സീനറി അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങളെല്ലാം നമ്മളിവിടെ കണ്ടത്. സോ യു ക്യാൻ റൈറ്റ് from this question. With this question you can also write a poem or a passage according to moon, related to moon. ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയം അല്ലെങ്കിൽ ഒരു പാസേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay, that we will discuss in our online class. Okay, so this is our 14th chapter. Hope it is clear for you. Thank you.